ഹൃദയത്തെ തൊട്ട് പറയുകയാണ്. അപ്പം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുന്നു. എന്നാണ് നമ്മൾ യൂറോപ്പിലേക്ക് പോണത്. അപ്പം ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് ഒന്ന് കയറാൻ പോകണം. അവിടെ മുതല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഞാൻ അമ്പലത്തിൽ കയറിയതിന് ശേഷം കാണാം. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് രാവിലെ അവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇന്നലെ 2 ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു പരിപാടി സ്ഥലത്തൊരു ഇനാഗുറേഷൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ പരിപാടിക്ക് നമ്മൾ പോകാൻ പോണത്. നല്ല വിയർക്കുന്നുണ്ട് കേട്ടോ, അറിയാൻ വയ്യ. അപ്പം നമുക്ക് അവിടെ പോയിട്ടൊന്ന് പൊളിച്ചിട്ട് വരാം. എന്നിട്ടായിരിക്കും പോണത്. അവസാനത്തെ പരിപാടിയാണ് നമ്മൾ കേരളത്തിൽ. പോയിട്ട് വരാമോ? ഓക്കെ. പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാം ഗൈസ്. എടുത്തു പറയേണ്ട ഒരാളാണ് അഭിഷേക്. എടുത്ത് പറഞ്ഞത് നമ്മളുടെ എങ്ങനെയാ അനുജൻ, നമ്മുടെ ക്യാമറമാൻ. ഇപ്പം നമ്മളുടെ യൂറോപ്പിലേക്ക് വരാൻ പോകുന്നവരുണ്ട്. എല്ലാ കൊണ്ടും നമ്മളുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഈ കാണുന്ന സ്ഥലത്തേക്ക് പോവാം. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് എൻ്റെ എത്രയും നാള് 8 കൊല്ലം ആയിട്ടൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് നമ്മളെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഒരിക്കലും പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമല്ല. നടക്കുകയാണ്. അത് നടത്തിയിട്ടാണ് നമ്മൾ പറക്കാൻ പോകുന്നത് വൈകിട്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയും സ്നേഹവും ലവ് ഗൈസ്. ഇതാണ് നമ്മളവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ആരോകളുണ്ട്. അഭിഷേക് പോകുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കയറി. അപ്പം നമ്മുടെ നമ്മളുടെ ആരോകളാണ് ഉള്ളത്. അപ്പം നമ്മൾ നേരെ അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മൾ കണ്ട് അകത്തോട്ട് കയറാൻ പോകണം കേട്ടോ. എന്ത് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ബാക്കി ചിത്രീകരണമൊക്കെ ചെയ്യുന്നതായിരിക്കും. അത് നമ്മളുടെ കൂടെ നമ്മളുടെ ക്യാമറമാനാണ്. ഓക്കെ. അവിടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പം ഏതായാലും അനുഗ്രഹം വേണം, സ്നേഹം മാത്രം. കയറാൻ പോകണം. ഡിമേക്ക് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പരിപാടിയിലേക്കാണ് നമ്മളെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത്. என் நெஞ்சில் குடியிருக்கும் வியர்ப்பு துணியிட்ட குப்பாயம். ഓക്കെ, ഇവിടെ എന്താണോ? I'm Sachina, your academic counselor. Okay, first I would like to welcome our inspiration and warming academic director, Mr. Iqbal sir. Then I would like to invite our agency marketing manager, Mr. Bilal, and your academic faculty, Sumaya ma'am. Then our special chief guest and the social media influencer, Mr. Agil. Then we can start the programs already. First, I would like to invite Mr. Academic Director and Mr. Iqbal sir for a 2 words to speech. Good morning, all. Good morning, all. വളരെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ഗസ്റ്റ് ഇൻഫ്ലുവൻസർ, അതേപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് അവരെ നല്ല ഉൾപ്പെടുപ്പിക്കുന്ന രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇൻഫ്ലുവൻസറായ അഖിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റി ഏജൻസി മാനേജറില്ല, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്റേൺഷിപ്പ് ടീം, അതേപോലെ ഡിമേക്ക് ടെക്നോളജീസിൻ്റെ അക്കാഡമിക്സിൻ്റെയും എല്ലാ ടീംസിനും ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന 90 days ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസും, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ സ്റ്റുഡൻ്റായ അനൂപിൻ്റെയും കോൺവെക്കേഷൻ സെറമണിയാണ്. അപ്പം ഇത് ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. നമ്മൾ ഒഫീഷ്യലി ഫംഗ്ഷന് ഇനാഗ്രേഷനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കൂടാതെ ഇന്നലെയായിരുന്നു സാറിന്റെ 100K ഫോളോവേഴ്സ് ആയി. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൺഗ്രാറ്റുലേഷൻ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന അഖിൽ ചേട്ടന് ഇതുവരെയുള്ള ജേർണിയിൽ എന്തെങ്കിലും നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 അറിയല്ലേ. ഇപ്പം
പേര് പറഞ്ഞായിരുന്നു അഗിക്കുട്ടനാണ്. സ്ഥലം ഇവിടെ കൊല്ലത്ത് തന്നെ മുഖത്തല എന്നാണ് എൻ്റെ സ്ഥലം വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ പറയണൊക്കെ തന്നെ ഈ വീഡിയോയെ പറ്റി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 വർഷമായി കാണും ഈ ഒരു ഫീൽഡോട്ട് നിന്ന് തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ അറിയാം, എല്ലാവരും കളിയാക്കും, മൈക്കിട്ട് ഇറങ്ങുന്നു, എല്ലായിടം വരുന്നു, വേറെ പണിയില്ലേ, എല്ലാവരും പറഞ്ഞ ആ ഒരു ക്ലീശായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുടക്കത്തിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, 8 വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയ സമയത്ത് ഞാൻ 2 വർഷം ബ്രേക്ക് എടുത്തു. ആ സമയത്ത് എൻ്റെ കൂടെ നല്ല ഫ്രണ്ടായിട്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട്, ആരെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു ബിഗ് ബോസിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ സമയത്ത് നമുക്ക് എനിക്കൊരു വെറും 3000-4000 ഫോളോവേഴ്സ് ഉള്ളായിരിക്കും, പക്ഷെ അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത്. പിന്നെ ഒരു ആൾക്കാർ സിനിമയെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 കൊല്ലം മാറുന്നപ്പോഴത്തെ എൻ്റെ അക്കൗണ്ട് ചത്ത്. പിന്നെ അതിൽ തന്നെയാണ് ഞാൻ പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. കാര്യം പുതിയ അക്കൗണ്ട് എടുക്കാനും തോന്നിയില്ല. പിന്നെ ഇപ്പോൾ അക്കൗണ്ട് വേറെ അക്കൗണ്ട്, പക്ഷെ എന്നാലും വീഡിയോ ഇടാനൊന്നും വേറെ അക്കൗണ്ടൊന്നും എടുക്കാൻ തോന്നിയിട്ടൊന്നുമില്ലായിരുന്നു. ആ അക്കൗണ്ടിൽ തന്നെ നമ്മൾ നിരന്തരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങി, കണ്ടന്റ് ബേസ് ആയിട്ടുള്ള വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ വീഡിയോ എനിക്ക് എടുത്തു തരാനൊന്നും ആരും, ഇപ്പോൾ നിങ്ങൾക്ക് സഹായമായിട്ട് കുറേ ആൾക്കാർ ഡിജിറ്റലായിട്ട് ഇവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കൊന്നും വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല. നമ്മൾ തന്നെ ഫോൺ എടുക്കുന്നു. എനിക്കത് സാധാ ഫോണായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, 8 ആ സമയം വരെ. ഇപ്പോഴാണ് ഞാൻ S24 അൾട്ര ഇപ്പോൾ എടുത്തത്. അത് വീഡിയോ ചെയ്തിട്ടുള്ള വരുമാനം കൊണ്ടൊക്കെ തന്നെ എടുത്തത്. അപ്പം ഫോണിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു, വീഡിയോ എടുത്തിരുന്ന പരിമിതി ഉണ്ടായിരുന്നു, സപ്പോർട്ടിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ എൻ്റെ അനിയൻ തന്നെ ആയിട്ടുള്ള അഭിഷേക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി വന്നിട്ടില്ല. ഇവിടെ നിൽക്കുമ്പോഴും വേറെ സന്തോഷമുണ്ട്. ഇതിൻ്റെ അവസാനത്തെ പരിപാടി ആയിരിക്കും കേരളത്തിലെ. ഇന്ന് വൈകിട്ട് ഞാൻ യൂറോപ്പിലോട്ട് പോകാൻ പോവാണ്. ആദ്യത്തേത് അവസാനത്തത്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഇതിനൊക്കെ പരിപാടിക്ക് എന്നെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ അതിന് ഏറ്റവും വലിയ നന്ദിയോട് പറയുന്നുണ്ട്. എല്ലാം മിക്സായി വരും, കാര്യം എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ലൈവായിട്ട് വീഡിയോ എടുക്കുന്നതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി എല്ലാവരും ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അപ്പോൾ അവനാണ് ആദ്യം മുഖത്തിൽ അമ്പലത്തിൽ നിന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എടുത്തരാടെ എന്ന് പറഞ്ഞാൽ എടുത്തിരുന്നു. പിന്നെ എല്ലാ വീഡിയോ എടുത്തേക്കുന്ന അവനാണ് എടുത്തത്, എഡിറ്റ് ചെയ്തതെല്ലാം അവൻ തന്നെയാണ്. അപ്പോൾ അവനും എൻ്റെ കൂടെ യൂറോപ്പിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊന്നും കാണത്തില്ല. ഉള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തുക, അവരെ കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ടാവുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എനിക്ക് 500 വ്യൂസുള്ള വീഡിയോസ് ഉണ്ട്, 250 വ്യൂസുള്ള വീഡിയോസ് ഉണ്ട്. അതെല്ലാം എങ്ങനെയാണ് ഇപ്പം 4 മില്യനും 2 മില്യനും, അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ 10 മില്യനൊക്കെയുള്ള വ്യൂസൊക്കെ ആയത് പിന്നെയാണ്. നമുക്ക് എല്ലാം ആവത്തില്ല, എല്ലാം വിജയിക്കത്തൊന്നുമില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് സെറ്റപ്പായിട്ട് കയറും, ഭയങ്കരമായിട്ട് കയറും എന്നുള്ള വിചാരിച്ച് നമ്മൾ ചെയ്യുമായിരിക്കും, പക്ഷെ അത് കയറത്തില്ലായിരിക്കും. അപ്പം നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പം ഇന്നൊരു വീഡിയോ 6 മണിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നാളെ നമ്മൾ അടുത്ത് എന്തോ ചെയ്യണം, നാളെ അടുത്ത് എന്തോ കണ്ടന്റ് ഇടാം, പുതിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് കണ്ടന്റ് ചെയ്യണം എന്നുള്ള സംഭവം ചെയ്ത് കൊടുക്കുക. അപ്പം ഇഷ്ടപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. നമ്മളെ അക്കൗണ്ടാണ്, സാധനം അവിടെ കിടക്കും. ഇതും ഒരു കണ്ടന്റ് എൻ്റെ എടുത്തോണ്ടിരിക്കുകയാണ്, മനസ്സിലായേ? അതവിടെ കിടക്കും. ഞാൻ ചത്തുപോലും എന്തുണ്ടെങ്കിൽ നാളെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്നൊരു കണ്ടന്റ് ആയിരിക്കും, എനിക്കൊരു ഹാപ്പി ആയിരിക്കും അത്. പിന്നെ വേറെ ആളെടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒന്നുമല്ല സമയത്ത് എൻ്റെ കൂടെ നിന്ന് വേറെ ഒരാളുണ്ട്, രാഹുൽ എന്ന് പറഞ്ഞ ആൾ. അത് ഞാൻ പറയാം, നമുക്ക് വേദി കിട്ടുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ ഓരോ ആൾക്കാരെ പറ്റി. അപ്പം പുള്ളിയാണ് എന്നെ ഇപ്പം പുറത്തേക്ക് കൊണ്ടുപോകണത്, എൻ്റെ ചങ്ക് കൂട്ടുകാരനാണ്. അപ്പം എൻ്റെ പൈസ കണ്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്നും ഉണ്ടായിട്ടോ കാര്യം കണ്ടിട്ടൊന്നുമല്ല. അതും എനിക്ക് സോഷ്യൽ മീഡിയ കിട്ടിയൊരു ചങ്ക് കൂട്ടുകാരനാണ്. അതിനപ്പുറത്തൊരു സഹോദര തുല്യമാണ് പുള്ളി. അപ്പം നമ്മൾ ആരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്, പിന്നെ ആരെയും കൂടുതൽ ട്രസ്റ്റും ചെയ്യരുത്. ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞാൽ ആരും കൂടുതൽ ട്രസ്റ്റും ചെയ്യരുത്. നമ്മളെ വിശ്വസിക്കുക. നമ്മൾക്കൊരു കഴിവുണ്ട്. ഇപ്പം പഠിത്തം വേണമെന്നല്ല, പഠിത്തം വിദ്യാഭ്യാസം ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവ് നമുക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കുക. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന പയ്യൻ നീരജ്, അപ്പം അവൻ വീഡിയോ എടുക്കും, അവൻ്റെ ഒരു കഴിവ് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ വിജയിക്കും. ഓരോ കാര്യം, ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും അതിന് നമ്മളതിനെ വലുതായിട്ട് കണ്ടെത്തി നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ആവുക. നിർത്തി പോകാൻ തോന്നും എന്ത് സംഭവത്തിൽ. കളിയാക്കലും കാര്യങ്ങളും വീട്ടിൽ നിന്നുള്ള പറച്ചിലും എന്താ കിട്ടുന്നത്, അത് കിട്ടുന്നു, ഇത് കിട്ടുന്നു, എന്താ കിട്ടുന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളെല്ലാം കാണാം. നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണോ അത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്യും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോ തന്നെ ഞാൻ വെച്ചേക്കുന്നത് ഇന്ന് വെച്ചൊന്നുമല്ല, ഒരു 4 കൊല്ലം മുമ്പ് വെച്ച ബയോ. എൻ്റെ നില വന്നാലും വന്ന നില മറക്കാതെ. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്തായാലും ഞാൻ രക്ഷപ്പെടും. ഞാൻ എനിക്ക് മെസ്സേജിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്തിയിരിക്കും, അതിനപ്പുറത്തൊന്നും പറയാനില്ല. ഇപ്പം അതിന് വരണ്ടെല്ലാം വരും. കളിയാക്കിയ ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യും, കളിയാ നിൻ്റെ വീഡിയോ പൂളിയ ആളിയെ, എത്ര പ്രൊമോഷൻ കിട്ടുന്ന കാശിനെക്കാട്ടി വലുതാണത്.
എത്ര പ്രൊമോഷനകത്ത് കിട്ടുന്ന കാശിനെക്കാട്ടി വലുതാണ് അവർ നമ്മളെ കളിയാക്കിയ ആൾക്കാർ മാറ്റി പറയുമ്പോഴുള്ളത്. പിന്നെ അവരെ നമ്മൾ വേറെ വിളിച്ചിട്ട് വേറെ പരിപാടിക്ക് വരണം, ഇന്ന ഇത് വരണേ, ആ പരിപാടിക്ക് വരണേ, നീ പങ്കെടുക്കണേ, പങ്കെടുത്ത് ഒക്കത്തോളെ എന്നുള്ള നമുക്ക് വലിയൊരു അച്ചീവ്മെൻറ്റാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ഒന്നും അല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വന്ന വഴി മറക്കുകയും ചെയ്യും. അത് വരുതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഡൗൺ ടു എർത്തായിട്ട് തന്നെ നിൽക്കുക, അല്ല ഞാൻ വലിയ സെറ്റപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ലേ നമ്മളില്ല. ഈ വന്ന കണക്കന്നെ താഴോട്ട് പോകാനും പറ്റും. അപ്പം നമ്മൾ നിന്നതും നിൽക്കുന്നതും ഇനി വരാനുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കുക. അപ്പം ഞാൻ പുറത്തോട്ട് പോവുക, ചിലപ്പോൾ എൻ്റെ റീച്ച് കുറയുമായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ സാധനം ചെയ്ത് നോക്കത്തോളൂ, ചെയ്തു വിടുക, കാര്യങ്ങൾ പോവുക. ഇനി കൂടുതൽ കാര്യം പറഞ്ഞ് ഉറപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ ഈ ഒരു പരിപാടി വിളിച്ച ഡിമേക്ക് അക്കാഡമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. പിന്നെ ഞാൻ ആരെങ്കിലും പേര് ഞാൻ പറയാൻ വിട്ടു എന്ന് പറഞ്ഞ് എന്നെ ആരും പൊങ്കലിടാൻ വരരുത് വീഡിയോക്കകത്ത്, അതാണ് പറയാനുള്ളത്. അപ്പോൾ വിളിച്ച എല്ലാവർക്കും നന്ദി. ഈ ഒരു സംരംഭം ഇനിയും നല്ല അടിപൊളിയായിട്ട് തന്നെ വളരട്ടെ. ഇപ്പോൾ 4 പേരാണെങ്കിൽ നാളെ അത് 400 ആവട്ടെ. 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 2 ലക്ഷം 3 ലക്ഷം പേര് ഇരിക്കുന്ന വേദി എന്നെ തന്നെ ഒരു വിളിക്കട്ടെ. അല്ലെ വിളിക്കാതിരിക്കാൻ അവസരം തോന്നരുത്, വിളിക്കണം. അത് ഇത് റെക്കോർഡൊക്കെ വെക്കണം. 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വളരുമ്പോഴത്തേക്ക് അന്ന് അഖിൽക്കുട്ടൻ പറഞ്ഞ് ഇലുമിനാട്ടി എന്ന് പറഞ്ഞു വെക്കണം, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വിളിച്ച് ഇരിക്കുന്നതിനകത്തുനിന്ന് നല്ലൊരു വമ്പം പരിപാടി, വലിയ ഉയർച്ചകളിലേക്ക് നമ്മളണക്കും ഇവരണക്കും എനിക്ക് ഇവർക്കെല്ലാം എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ്. അപ്പം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുന്നു. Next I remember Bodhi. ആയിട്ട് പോലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അജോസൻ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഡിബേറ്റിന്റെ വകയും മെമ്പേഴ്സിന്റെ വകയും. അപ്പൊ നമ്മുടെ ഒരു ചെറിയ ഉപഹാരം എന്ന നിലയ്ക്ക് നമ്മളുടെ ഡയറക്ടർ മാനേജറായ നമ്മുടെ ഇക്ബാൽ സർ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും കൂടെ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. കാര്യം ഇന്ന് വൈകിട്ട് 6 മണിക്ക് പോവുകയാണ്, 4:30. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഇത്രയും തിരക്ക് പിടിച്ചൊരു ടൈം, നമ്മളൊക്കെ ആണെങ്കിൽ ഒരു യാത്ര പോവുകയാണെങ്കിൽ നല്ല തിരക്കിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രോഗ്രാമോ എന്തെങ്കിലും ഇവന്റ്സോ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യും. പക്ഷെ ആ തിരക്കിന്റെ ഇടയ്ക്കും വരാം, കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ അഖിൽക്കുട്ടൻ ബ്രോയ്ക്ക് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടെ നന്ദി. എല്ലാവരും വളരെ ടോപ്പായിട്ട് വേണം കേട്ടോ ഇരിക്കുന്ന എല്ലാവരും. അപ്പോൾ എനിക്കും അതേ സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ചെയ്യുക, നമ്മൾ വളർന്നണ്ണ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഗൈസ് നമ്മൾ വേണ്ട വീട്ടിലേക്ക് വരികയാണ്, സാധനം ഓടിച്ചോണ്ട്. പൊടിക്കാതും കൂടെ ഇതാണ് സർ. ഗുണം കയറ്റി വെക്കാം.
ഇത് നമുക്ക് ശ്രീശാന്ത് ഒപ്പിട്ടെന്ന ഡാറ്റ കിട്ടു അത് ഇരിക്കട്ടെ. ഗൈസ്, ഇതെനിക്ക് മുമ്പ് കേട്ടേക്കുന്ന ട്രോഫികളും കാര്യങ്ങളൊക്കെ കേട്ടാ.